പതിവുകൾ തെറ്റിക്കാതെ ഈ വർഷവും ഹന്നാമോൾ മാരാമൻ കൺവെൻഷനിലെത്തി വചനം കേട്ട് പ്രാർത്ഥനയോടെ മടങ്ങി. മുൻ വർഷങ്ങളിൽ അമ്മ കയ്യിൽ എടുത്തുകൊണ്ടുവന്ന് പന്തലിൽ ഇരുത്തിയായിരുന്നു പ്രസംഗം കേട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി വോക്കറിൻ്റെ സഹായത്തോടെയാണ് പാലം കയറി ഹന്ന പന്തലിൽ എത്തുന്നത്. വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കാൻ ഹന്ന തയ്യാറായില്ല. കാലുകൾക്ക് 13 ഓപ്പറേഷനുകൾ ഇതിനോടകം കഴിഞ്ഞു. ഇനിയും ഓപ്പറേഷനുകൾ അത്യാവശ്യമാണ്. എന്റെ വീട് എല്ലാ വർഷവും ഞാൻ വരാറുണ്ട് മുടങ്ങാതെ. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ മാറ്റമായി. നേരത്തെ ഒട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു. 13 ചെയ്തിട്ടുണ്ട് കാലിന്റെ താഴോട്ടായിട്ട്. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് നടന്ന് കയറി വരാനൊക്കെ പറ്റുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്പറേ നടന്നു വരാൻ അങ്ങനെ വലിയ പ്രശ്നമില്ല. വേദനയൊന്നുമില്ല. ചെരുപ്പുണ്ട് കാലിലിട്ടാന്ന്. കയറി വരുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ചികിത്സയുടെ ഭാഗമായി കടുത്ത സാമ്പത്തിക തകർച്ചയും വേദനയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ കുട്ടിയെ ഇത്രത്തോളം നടത്തുന്നത്. പഠനത്തിലും മറ്റ് കലകളിലും ഹന്ന മുൻപന്തിയിലാണ്. ഏതെങ്കിലും ഒരു വർഷം തനിയെ നടന്ന് പന്തലിൽ എത്തണമെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പത്തനംതിട്ട സ്വദേശിയും മാർത്തോമ ഇടവകാംഗവുമായ ഹന്നയ്ക്ക് ഏക ആശ്രയം മാതാവ് മാത്രമാണ്. ഭാരിച്ച ചികിത്സാ ചെലവുകൾ ഈ കുടുംബത്തെ അലട്ടുന്നുവെങ്കിലും ആപത്തിലും രോഗത്തിലും അവളെ നയിക്കുന്ന യേശു അവൾക്കുണ്ടെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതാണ് എല്ലാ വർഷവും അവൾ ഈ കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഇപ്പൊ കലോത്സവത്തിന് പോയിട്ട് എനിക്ക് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. ഇന്നലെ ഞാൻ വന്നത്. പദ്യപാരായണത്തിന് സെക്കൻഡ്. അവൾ ഒറ്റയ്ക്ക് നടന്ന് കൺവെൻഷനിൽ വരുന്നതും കാത്ത് കൈത്താങ്ങായി ഞങ്ങളും. ക്യാമറമാൻ JM ആഷറിനൊപ്പം അനീഷ് കണ്ടത്തിൽ, ഗ്ലോറിയ ന്യൂസ് മീഡിയ.